അതേപോലുള്ളൊരു മണ്ണാണ്, ഒരു പൂഴി പോലുള്ളൊരു മണ്ണ്. മൊത്തത്തിലൊരു ഡിമ്മായി കിടക്കുന്ന മയക്കൊരു കോളുണ്ട്. ഇന്ന് ഫുള്ള് ട്രാഫിക്കാണ്. ഇവിടെ അവധിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ആക്റ്റീവായി. ഫ്ലാറ്റുകളിൽ അടിയിൽ പാർക്കിംഗ് ഉണ്ടെങ്കിലും നമ്മൾ അതിനെന്ത് ചെയ്യണം, അധികവും പേയ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ വാഹനമുള്ളവർ ഒരുപാട് ആൾക്കാരുണ്ടാവില്ല. ഇവിടെ വാഹനം ഇല്ലാണ്ടൊന്നും നടക്കില്ല. ഇപ്പോൾ ഒരു സെയിൽസ് സ്റ്റാഫ് ആണെങ്കിലും ഒരു കമ്പനി ആദ്യം ഒരു കാർ അടിച്ചു കൊടുക്കുക, ലൈസൻസ് ഉണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ അവരൊക്കെ എന്താ ചെയ്യുക, നമ്മളെപ്പോലെ ബെഡ് സ്പേസിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ പുറത്താണെങ്കിലും സ്ലോട്ടിലിടുക ചെയ്യുക. അപ്പോൾ അത് കാണിച്ചു തരാം. അതാണ് ഈ വാഹനമൊക്കെ. ഈ കിടക്കുന്നത് ലെക്സസ് ആണ്. ഈ പൊടിയും മണ്ണും വെയിലൊക്കെ കൊണ്ടിട്ട് അതിൻ്റെ അപ്പുറത്തൊരു നിസ്സാൻ. ഇവിടെ ഇഷ്ടം പോലെ വാഹനം ഉണ്ടാവും. അങ്ങനെ ഓരോന്നും പോയതാണിപ്പോൾ. പിന്നെ അതാ ഒരു മണ്ണിൻ്റെ അകത്ത് എടുത്തിട്ട് ഒരു ലെക്സസ് കാണിച്ചു തരാം. പഴയതാണെങ്കിലും കണ്ടില്ലേ, ലെക്സസ്. അതേപോലെ എത്ര പൈസൻ്റെ വണ്ടിയാണെങ്കിലും ഇവിടെ പുറത്ത് വെക്കാം, നമുക്ക് സുരക്ഷിതമായിട്ട് പുറത്ത് വെക്കാം. ആരും പിന്നെ അത് കുത്തി തുറക്കുകയോ എന്തെങ്കിലും എടുത്ത് ഊരി കൊണ്ടുപോകുമോ ഒന്നും ചെയ്യില്ല. ഒരു ഫോർച്യൂണർ അത് കിടക്കുന്ന പഴയ മോഡൽ. പിന്നെ ഇത് ഞാൻ പറഞ്ഞ ഫ്ലാറ്റ്. ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ ഓക്കെ, അതിന് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കണം. ഈ കാണുന്നത് ഒരു ലെക്സസിൻ്റെ ഏതൊരു മോഡലാണ്. ബസ് കാണിച്ചു തരാം. ഇതാ പോകുന്നതാണ് ഇവിടുത്തെ ബസ്. ഇതേപോലെയാണ് ബസ് ഉണ്ടാവുക. ഇതിൽ ഡ്രൈവർ മാത്രമേ ഉണ്ടാവും, കണ്ടക്ട് ഉണ്ടാവില്ല, കിളി ഉണ്ടാവില്ല, ഡോറൊക്കെ ഓട്ടോമാറ്റിക്. പിന്നെ ക്യാഷ് സ്വീകരിക്കില്ല. നമ്മളൊരു കാർഡുണ്ട് ഇവിടെ ബസ്സിൽ ഉപയോഗിക്കുന്നത്, അതിൻ്റെ അകത്ത് റീചാർജ് ചെയ്യുക. പിന്നെ അത് നമ്മൾ കയറുന്ന സ്റ്റോപ്പിനനുസരിച്ച് ടാപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മളെ ATM കാർഡ് മാതിരി ഉള്ളൊരു കാർഡ്. അത് അടുത്ത വണ്ടി ഇതാ. ഇതൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്താൽ ഒരു ഡോഡ്ജ് കിടക്കുന്ന, ഇതൊക്കെ വെയിലും പൊടിയൊക്കെ കണ്ടിങ്ങനെ കിടക്കുന്നത്. ലെക്സസ്, അതൊരു ടെസ്ല അല്ലത്, അതൊരു ലാൻഡ് ക്രൂസർ. അതാ പിന്നെ ഒരു ഡോഡ്ജ്. ഒരു മിസ്തുബിഷി, ഇതാ ഒരു ഹോണ്ടൻ്റെ വണ്ടി. എല്ലാ കമ്പനീൻ്റെ, അതായത് ലോകത്തുള്ള ഒരുവിധം എല്ലാ കമ്പനീൻ്റെ വണ്ടിയും ഇവിടെ ഉണ്ട്. ആഡോ. പിന്നെ ഇതൊരു ലെക്സസ്. അതൊക്കെ ട്രാഫിക് നോക്കി നിൽക്കുന്നു. വാഹനം കാണണമെങ്കിൽ ദുബായിൽ വന്ന് ഏത് മോഡൽ വേണമെങ്കിലും. പക്ഷേ സൗദി അറേബ്യയിലാണെങ്കിൽ നമുക്ക് വിൻറ്റേജ് ടൈപ്പ് സാധനങ്ങൾ, പുതിയതും വിൻറ്റേജും ഒരേ ടൈം കാണാൻ പറ്റും. കിയൻ്റെ ഒരു വണ്ടി ഇതാ നിസാൻ്റെ സണ്ണി, ഇത് നാട്ടിലുണ്ട്. പിന്നെ അതാ നിസാൻ പെട്രോള്. പിന്നെ ഒരു പ്രാഡോ. ഇതാ BYD എന്ന് പറഞ്ഞ കമ്പനിൻ്റെ വണ്ടി. പിന്നെ അതാ ഇൻഫിനിറ്റി കാണുന്നത്. ഇതാ പിന്നെ ഒരു ചൈനീസ് വണ്ടി കാണിച്ചത്. ഇതൊരു ചൈനീസ് വണ്ടിയാണ്. പിന്നെ ഇതാ ടൊയോട്ടൻ്റെ ഐലക്സ്. പിന്നെ പെട്രോള്. ഇതാ ഇന്നോവ. ഒരൊറ്റ നടത്തത്തിലാണ് ഇത്രയും വാഹനം നമുക്ക് കിട്ടുന്നത്. ഏത് മോഡലുണ്ട് വെച്ചാൽ അതൊക്കെ ഉണ്ട്.